നേരത്തെ നമ്മൾ കണ്ടിരുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോഴുള്ളത്. അത് ഒരു അരമണിക്കൂർ മുമ്പോ അല്ലെങ്കിൽ കാമണിക്കൂർ മുമ്പോ ഒക്കെ ഉള്ള ദൃശ്യങ്ങളാണ്. നടരാജ് ഉണ്ട്. നടരാജ് സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെയാണെങ്കിൽ അവിടെ എന്താണ് ഇപ്പോൾ തീ പൂർണ്ണമായി നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താണ് അവിടെ നിന്നുള്ള കാഴ്ചകൾ? ജിൽസി, തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. റെയിൽവേ സ്റ്റേഷന് പുറകുവശത്തിലുള്ള എനിക്ക് സമീപമുള്ള ഈ വാഹന പാർക്കിംഗ് മേഖലയിലാണ് തീ പടർന്നത്. രാവിലെയാണ് തീ പടർന്നത്. എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യത്തിൽ വലിയൊരു ആശയക്കുഴപ്പം ഇപ്പോഴും നിലനിൽക്കുന്നു. 100 കണക്കിന് ഇരുചക്ര വാഹനങ്ങൾ കത്തി അമർന്ന് കിടക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. നമുക്കറിയാവുന്നതുപോലെ പല സ്ഥലങ്ങളിൽ നിന്നും ആളുകൾ വന്ന് വാഹനം പാർക്ക് ചെയ്ത് തൃശ്ശൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും സംസ്ഥാനത്തിന്റെ പല ഭാഗങ്ങളിലേക്ക് സഞ്ചരിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ഇത്രയധികം വാഹനങ്ങൾ ഇവിടെ പാർക്ക് ചെയ്തിരുന്നു. എന്താണ് സംഭവിച്ചതെന്നുള്ള കാര്യത്തിൽ നമുക്ക് ചില വിശദീകരണം കിട്ടേണ്ട ഒരു ഫയർ ഓഫീസർ നമ്മോടൊപ്പം ഉണ്ട്. സാർ, എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇവലേഷങ്ങൾ നമുക്ക് നിലവിൽ നമുക്കൊരു മെസ്സേജ് ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ 2 വാഹനങ്ങൾ കത്തുന്നു എന്നുള്ളൊരു മെസ്സേജാണ് വിടുന്നത്. ഷെഡിലും 2. നമുക്ക് ഏകദേശം തൃശ്ശൂരിൽ നിന്ന് വരാൻ നമുക്ക് ഏകദേശം 2 മിനിറ്റ് മതി. നമ്മളിവിടെ എത്തുമ്പോഴത്തേക്ക് ഈ 2 വാഹനങ്ങൾ മൊത്തത്തിൽ കത്തുകയും അതോടൊപ്പം തന്നെ അപ്പോൾ തന്നെ നമ്മൾ ഫയർ ആക്ടിവേറ്റ് തുടങ്ങുകയും അപ്പോൾ തന്നെ മറ്റുള്ള ഇത്രയും വലിയൊരു ഫയർ പെട്ടെന്നാവുകയും, കാരണം ഈ വണ്ടിയിലെല്ലാം പെട്രോൾ ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ വണ്ടികൾ കത്തുകയും ഷീറ്റിരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും നമ്മൾ റെയിൽവേ കൺട്രോളിംഗ് സംവിധാനം ഇതിന് തൊട്ടപ്പുറത്ത് ഒരു ചെറിയ ഷെഡിലാണ് അവരുടെ കമ്പ്യൂട്ടറൈസ്ഡ് റൂം എല്ലാം ഇരിക്കുന്നത്. അതിനകത്ത് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം തന്നെ ശ്രമിക്കുകയും അതിന് യാതൊരു ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ട്രെയിൻ ഗതാഗതം സുഗമമാക്കുന്നതിന് എല്ലാ നടപടികളും നമ്മൾ സ്വീകരിച്ചിട്ടുണ്ട്. യാതൊരു ബുദ്ധിമുട്ടില്ല. അവിടെ ഒരു എഞ്ചിൻ കിടപ്പുണ്ടായിരുന്നു. ആ എഞ്ചിനും പാർഷ്യലി എന്തെങ്കിലും പുറമേ എന്തെങ്കിലും ഇത് പറ്റിയിട്ടുണ്ടെങ്കിലും ഏകദേശം കംപ്ലീറ്റ് ആണ്. ഉള്ളിലോട്ട് കയറാൻ ചെറിയ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ഇത് ഇങ്ങനെ താന്ന് നിൽക്കുന്നതിൻ്റെ ഒരു ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അത് നമ്മളിപ്പോൾ ഹിറ്റാച്ചി എന്തെങ്കിലും വന്നതിന് ശേഷം അത് വലിച്ചു മാറ്റിയിട്ട് നമ്മൾ കംപ്ലീറ്റ് ഫയർ അടച്ചതിന് ശേഷം നമ്മൾ ഇവിടുന്ന് പോകുള്ളൂ. ഇപ്പം നമുക്കൊരു ഏകദേശം കണക്ക് കേട്ടാൻ പറ്റും. അത് മറ്റൊരുമായിട്ട് ഇതിൻ്റെ നടത്തിപ്പുകാരായിട്ട് സംസാരിച്ചതിന് ശേഷം മാത്രമേ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. വാഹനങ്ങൾ പൊട്ടിത്തെറിക്കുകയൊക്കെ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും. അതുകൊണ്ടാണല്ലോ ഇത്രയും വലിയൊരു മാരകമായിട്ടുള്ള ഈ ഇതുപോലെ രീതിയിൽ വരാൻ ചാൻസ്. അല്ലെങ്കിൽ ഒരു 2 വാഹനങ്ങൾ മാത്രമാണ് ഇത്. വാഹനങ്ങൾ തിങ്ങിയിരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട്. തീർച്ചയായിട്ടും വാഹനങ്ങൾ ഒരു വാഹനത്തോട് ചേർന്നാണ് അടുത്തടുത്ത വാഹനങ്ങൾ ഇവിടെ വെക്കുന്നത്. അത് തീർച്ചയായിട്ടും തീയുടെ ആഘാതം കൂട്ടിയിട്ടുണ്ട്. ഇതാണ് സ്ഥിതി ജിൽസി. എന്തായാലും വലിയൊരു മറ്റ് അപായങ്ങൾ ഉണ്ടായില്ല എന്നുള്ളൊരു ആശ്വാസം, കാഷ്വാലിറ്റി ഇല്ല എന്നുള്ള ആശ്വാസമുണ്ട്. ഇപ്പോൾ സംഭവത്തിന്റെ ദൃക്സാക്ഷി ഇവിടെയുണ്ട്. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് എന്താ ചേട്ടാ സംഭവിച്ചത്? ഇത് പെട്ടെന്ന് ഈ പറഞ്ഞ പോലെ ഒരു വണ്ടിക്കാണ് ആദ്യം തീ പിടിക്കുന്നത്. ഒരു വണ്ടിക്ക് തീ പിടിച്ച് തീ പെട്ടെന്ന് പകർന്നു. ആ തീ വരുന്ന സോരടാ പെട്ടെന്ന് അപ്പൊ ഒരു വണ്ടിക്ക് തീ പിടിച്ച് പകർന്ന സമയത്ത് അപ്പൊ തന്നെ എന്തെങ്കിലും ഒരു എക്സിക്യൂഷൻ എന്തെങ്കിലും സാധനങ്ങൾ അവർക്ക് തീർക്കാനായിട്ട് എന്തെങ്കിലും ഫയറിന്റെ സാമഗ്രികൾ ഉണ്ടായിരുന്നെങ്കിൽ അത് ഉപയോഗിച്ച് കെടുത്തിരുന്നെങ്കിൽ അത് കെട്ടുപോകേണ്ട ഒരു അവസ്ഥയാണ്. ആ സമയം കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് അടുത്ത ബൈക്കിലേക്ക് പകർന്നു. പിന്നെ നെക്സ്റ്റ് പറഞ്ഞ സമയം കൊണ്ട് തന്നെ അടുത്തടുത്ത ബൈക്കുകളിൽ പെട്ടെന്ന് തീ പകരുകയും പൊട്ടിത്തെറിക്കുകയും ചെയ്യാം. അടുത്തേക്ക് പോലും ആർക്കും എടുക്കാൻ പറ്റുന്നില്ല. അവരവസ്ഥയായിരുന്നു. ഞാൻ നേരെ മുമ്പിലേക്ക് ഉണ്ടായിരുന്നു, പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞ് ഞാനാണോ പോലീസിനെ വിളിച്ചറിയിച്ചു. അപ്പോൾ അവരറിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫയർഫോഴ്സും എല്ലാവരും എത്തിയിട്ട് ഒരു അടുത്തേക്ക് വരാൻ പറ്റണ്ടേ. അതുപോലെ തീയാണ്. ഫയർഫോഴ്സും പൊട്ടിത്തെറിക്കുകയാണ്. ടാങ്കുകളെല്ലാം പൊട്ടിത്തെറിച്ച് തീയാണ്. അങ്ങനെയാണ് സംഭവിക്കുന്നത്. ഞാൻ എറണാകുളം പോകാനായിട്ട് വരുന്നു. 6:33 ടിക്കറ്റ് എടുക്കണേ. കറന്ന് 6:35 ഏറ്റവും കൂടിയ ആ ടൈമിലാണ് തീപിടുത്തം ഉണ്ടാകുന്നത്. ഇവിടെ അപ്പൊ തന്നെ ഫയർഫോഴ്സ് എത്തുകയൊക്കെ ചെയ്തു. 5 മിനിറ്റിനുള്ളിൽ ഫയർഫോഴ്സ് എത്തി. അത്ര തന്നെ 5 മിനിറ്റ് ഏറ്റവും കൂടിയ അതിനെത്തി. പക്ഷെ അവർക്കും അവരുടെ പരിമിതി ഉണ്ടല്ലോ. കണ്ട കാഴ്ച ഭയാനകമായ കാഴ്ചയായിരുന്നു. കാരണം അതുപോലെ തീ പൊട്ടിത്തെറിക്കുമല്ലേ. ടാങ്കുകൾ പൊട്ടി തീ അങ്ങനെ മുകളിലേക്ക് പോകുമായിരുന്നു. അടുത്തേക്കൊന്നും കാണാൻ പറ്റില്ല. അതുപോലെ കറുത്ത പുകയും തീയുമായിട്ട് അത്ര ഭയങ്കരതായിരുന്നു എല്ലാം കൂടി. അത് ഒരു പ്രത്യേക സാധനമായിരുന്നു. എന്തായാലും ഭാഗ്യത്തിന് ആൾക്കാർക്കൊന്നും സംഭവിച്ചില്ല. അതൊരു ഏറ്റവും വലിയ ഭാഗ്യം. സുമനേട്ടൻ പോയി അറിഞ്ഞു. സുമനേട്ടൻ വന്നു. കൗൺസിലറാണ് അടുത്ത പെട്ടെന്നെത്തി. എന്തായാലും നിങ്ങൾ പൊതുപ്രവർത്തനം കൂടിയാണല്ലോ. എന്താ ഇവിടുത്തെ ഈ സംഭവങ്ങളുടെ ഒരു പൊതുസ്ഥിതി എന്താണ്? ഇവിടെ ഇത്രയധികം വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ എന്താ സ്ഥിതി എന്ന് വെച്ച് കഴിഞ്ഞാല് ഇത് എങ്ങനെയാണ് ഈ തീ പടർന്നതെന്നും യാതൊരു ധാരണയില്ല. ഇതിങ്ങനെ വലിയ രീതിയിലൊരു തീ കത്തുന്നതായിട്ട് ആളുകൾ വിളിച്ചു പറയുമ്പോഴാണ് നമ്മളെല്ലാവരും ഇവിടെ എത്തുന്നത്. പക്ഷെ ഇതൊരു ഭയാനകമായ ഒരു സംഭവം തന്നെയാണ്. എന്താ വെച്ചാൽ ഒരു ബൈക്ക് പോലും അവസാനം ഒന്നും തന്നെ ഇല്ലാത്തൊരവസ്ഥയാണ്. ഇതിൽ വേറെ ഒരു ജീവഹാനിയൊന്നും സംഭവിച്ചിട്ടില്ല എന്നതാണ് നമുക്കൊരു ആശ്വാസം. ഇവിടെ പ്രദേശത്തെ കൗൺസിലർ മിഷൻ കോട്ടേഴ്സ് തൊട്ടടുത്തുള്ള സ്ഥലത്തുള്ള കൗൺസിലർ കൂടി ഇവിടെ ഉണ്ട്. ബൈജു വർഗീസ്, ഇത് എന്താണ് ഈ സംഭവത്തെ എങ്ങനെ നോക്കി കാണാം? ഇതിന്റെ സുരക്ഷാ ക്രമീകരണ കാര്യത്തിൽ നമുക്ക് ഇനി എന്തൊക്കെ ചെയ്യേണ്ടി വരും? വലിയ വീഴ്ച വന്നിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം ഇത്രയധികം ബൈക്കുകളും ഉള്ള ഒരു ഇത്രയധികം ജനങ്ങൾ വന്ന് ചേരുന്നൊരു സ്ഥലം.
പക്ഷെ എന്താണ് സംഭവിച്ചതെന്നുള്ള ഒരു പ്രാഥമികമായിട്ടൊരു അന്വേഷണം നടത്തേണ്ടതാണ്. കാരണം അത്ര സുരക്ഷ ഇല്ലായ്മയാണ് ഇത് കാണിക്കുന്നത് തന്നെ. സുരക്ഷയില്ലായ്മയാണ് ഇത് കാണിക്കുന്നത് തന്നെ. കാരണം ഇത്രയധികം പബ്ലിക് ഇവിടെ വന്നു പോകുന്ന സ്ഥലമാണ്. വലിയൊരു ദുരന്തമാണ്. ഇത് ഒരു വലിയൊരു രീതിയിലുള്ള ഒരു അന്വേഷണം നടത്തിയിട്ട് തക്കതായ ആളുകളെ കണ്ടെത്തേണ്ടതാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.